ജയദീപിന് നെഞ്ചിടിപ്പാണ് നഞ്ചാക്ക്. ഗുരുമുഖത്ത് നിന്നല്ലാതെ സ്വയം പരിശീലനത്തോടെയാണ് ജയദീപ് ഈ വിദ്യ സ്വായത്തമാക്കിയത്. നഞ്ചാക്കുകളോടുള്ള ഇഷ്ടമാണ് തിരുവില്ലാമലയിലെ ജയദീപ് എന്ന ചെറുപ്പക്കാരനെ വ്യത്യസ്തനാക്കുന്നത്. ഗുരുവിന്റെ സഹായമില്ലാതെ നിത്യാഭ്യാസത്തിലൂടെ നെഞ്ചാക്ക് വീശലിൽ പ്രാവീണ്യം നേടാമെന്നതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ യുവാവ്. ശരിക്കും സെൽഫ് ഡിഫൻസിന് നമുക്ക് ഇത് ഉപയോഗിക്കേണ്ടി വരുന്ന ഘട്ടത്തിൽ ഇതായിരിക്കും. അതായത് ഇവിടേക്ക് വന്നാൽ കുറച്ചുകൂടി ഫോഴ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പരിശീലകനില്ലാതെ ആയോധന കല കണ്ടുപഠിച്ച മികവ് നേടുന്നത് വളരെ ശ്രമകരമാണ്. ലോക്ക്ഡൗൺ കാലത്ത് മാർഷൽ ആർട്സ് പ്രീമിയർ ലീഗ് സംഘടിപ്പിച്ച ഗ്ലോബൽ കൊറോണ റിലീഫ് കപ്പിൽ മികച്ച ഡിഫൻഡറായി വടിവീശലിലും നെഞ്ചാക്കിലും തിരഞ്ഞെടുക്കപ്പെടാനിടയായത് കഴിവിന്റെ അംഗീകാരം കൂടിയാണ്. വടിവീശൽ അഭ്യാസത്തോടുള്ള ക്രൈസാണ് വിപ്രോയിൽ ഉദ്യോഗസ്ഥനായിരുന്ന ജയദീപിനെ ആയോധന കലയിലേക്ക് നയിച്ചത്. വീഡിയോകൾ വഴിയാണ് ജയദീപ് ഇവയെല്ലാം പഠിച്ചെടുത്തത്. UAE, പഞ്ചാബ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും വരുത്തിച്ച 15ഓളം നെഞ്ചാക്കുകളുടെ ശേഖരമുണ്ട് ഈ ചെറുപ്പക്കാരന്റെ വീട്ടിൽ, പല ഭാരത്തിലുള്ളവ. ലോകത്തെ മികച്ച നെഞ്ചാക്ക് അഭ്യാസികളൊരാളായ വാഷിംഗ്ടണിലെ റസ്റ്റ് ബാർനെസ് ഉൾപ്പെടുന്ന നെഞ്ചാക്ക് പൈനിയേഴ്സ് എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ അംഗമായത് ആധുനിക മുറകൾ സ്വായത്തമാക്കാനായി. വീഡിയോ വഴി പുതിയ അടവുകൾ കണ്ടുപഠിക്കും. പത്മശ്രീ മീനാക്ഷി അമ്മയെ വർഷത്തിലൊരിക്കൽ മുടങ്ങാതെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കാറുമുണ്ട് ഈ ചെറുപ്പക്കാരൻ. അറിവുകൾ നേടാനും ആ സന്ദർശനം പ്രയോജനപ്പെടുത്തും. സ്വയരക്ഷയ്ക്ക് മാത്രമല്ല, രോഗപ്രതിരോധ മികവിനും മാർഷൽ ആർട്സുകൾ പ്രയോജനം ചെയ്യുമെന്ന സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കാനും ജയദീപ് മറക്കുന്നില്ല. ആത്മഹത്യാ പ്രവണതയെയും അക്രമവാസനയെയും പ്രതിരോധിക്കുന്നതിനും മനസ്സ് ഏകാഗ്രമായി നിലനിർത്തുന്നതിനും മാർഷൽ ആർട്സ് ഏറെ പ്രയോജനം ചെയ്യുമെന്നാണ് ജയദീപിന്റെ വിശ്വാസം. ദിവസം 1 മണിക്കൂറോളം വീട്ടിൽ പരിശീലനം നടത്തും. കമ്പ്യൂട്ടറിന് മുമ്പിൽ ഏറെ നേരം ഇരിക്കുന്നത് മൂലം കിട്ടിയ പുറംവേദന, നടുവേദനയെല്ലാം പരിശീലനത്തിലൂടെ മാറ്റിയെടുക്കാനായി എന്നും ജയദീപ് പറയുന്നു. നെഞ്ചാക്കഭ്യാസത്തിൽ മക്കളായ നികേതിന്റെയും ആവണിയുടെയും ഗുരു കൂടിയാണ് ജയദീപ്. നാട്ടിൽ തന്നെ കൺസൾട്ടന്റായി ജോലി ചെയ്യുന്ന ജയദീപ് തിരുവില്ലാമല ടൗണിലെ വാണി നികേതൻ രാജേന്ദ്രന്റെ മകനാണ്.